ഞാൻ മുസ്തഫ പുഞ്ചപ്പാടം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫെബ്രുവരി 1, 2022 ന്യൂസ് ആണ്. കുറച്ച് ലേറ്റ് ആയി പോയി ന്യൂസ്, ചില ഇലക്ട്രിസിറ്റി ഇഷ്യൂ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പൊ അതിൽ നമുക്ക് ഇന്ന് നോക്കുന്നത് പ്രധാനമായിട്ട് നമ്മൾ പ്രധാനപ്പെട്ട ഇന്ന് നിങ്ങൾ നിർബന്ധമായിട്ടും വായിക്കേണ്ട ന്യൂസുകൾ, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട മാപ്പുകളൊക്കെ നമ്മൾ നോക്കുന്നത്. അതുപോലെ തന്നെ ഹിന്ദുവിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ UPSC-യുമായിട്ടും മറ്റുള്ള കേസുമായി ബന്ധപ്പെട്ട മെറ്റീരിയൽസ് ഒക്കെ, ഫ്രീ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ടെലിഗ്രാം ചാനലിലൂടെയാണ്. ടെലിഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ വളരെ കുറഞ്ഞ ഫീസിന് UPSC പഠനം നടത്തണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ KS പഠനം നടത്തണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, നമ്മുടെ പ്രോഗ്രാം നടക്കുന്നുണ്ട്. PCM ക്ലാസ്, പ്രിലിംസ് കം മെയിൻസ് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനോ അതിലേക്ക് ജോയിൻ ചെയ്യാനോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത്, ഇന്നലെ എക്കണോമിക് സർവേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എക്കണോമിക് സർവേ ബന്ധപ്പെട്ട ധാരാളം ന്യൂസുകൾ നമ്മൾ ഇന്നുണ്ട്. അപ്പൊ നമ്മൾ എക്കണോമിക് സർവേയും ഇന്ന് ഇറങ്ങിയിട്ടുള്ള ബജറ്റും ഇത് രണ്ടും ഷോർട്ട് ആക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മറ്റൊരു വീഡിയോ അത് മാത്രമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എക്കണോമിക് സർവേ ന്യൂസുകൾ ഞാൻ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നില്ല, എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ അതിൽ ഫസ്റ്റ് ന്യൂസിന്റെ സർവേ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഗ്രോത്ത് ഏകദേശം ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്ന ഗ്രോത്ത് പറയുന്നത് 8 to 8.5 ആണ് 2022-23 നമുക്കറിയാം. സർവേ എക്സ്പെക്ടേഷൻസ് കൂടുതലായിട്ട് പറയും, പ്രെഡിക്റ്റ് ചെയ്യാണ് ചെയ്യുക കൂടുതലായിട്ട്. അപ്പം GDP സർവേ നമ്മൾ ഉദ്ദേശം ചെയ്യുന്നുണ്ട് 8.5 എത്തുന്നതാണ് പറയുന്നത്. 2021-22 എക്കണോമിക് സർവേ പറയുന്ന കാര്യമാണ്. അതെന്ത് ചെയ്യുന്നുണ്ട്, ഒരു നമ്മളുടെ ഈ ഒരു there will be no further deliberating pandemic related economic disruption, അതുപോലെ തന്നെ മൺസൂൺ നോർമൽ ആയിട്ടാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ അത്തരം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും ഒരു സ്ലോ ഡൗണിലേക്ക് പോകാനുള്ള സാധ്യത ഒരിക്കലും ഇല്ല എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. പക്ഷേ അതേസമയത്ത് തന്നെ കഴിഞ്ഞ എക്കണോമിക് സർവേയിൽ ഒരു ഷേപ്പ് പറഞ്ഞു, വി ഷേപ്ഡ് എക്കോണമിയാണ് നമ്മൾ എടുക്കുന്നത്, റിക്കവറി എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ കൂടി അത്തരത്തിലൊരു ഷേപ്പ് എന്ത് ചെയ്യുന്നില്ല, ഇപ്രാവശ്യം മെൻഷൻ ചെയ്തിട്ടില്ല എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇതൊക്കെ നമ്മളെ എക്കണോമിക് സർവേയിൽ പറയുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഷോർട്ട് ടൈം സപ്പോർട്ടീവ് ധാരാളം കാര്യങ്ങൾ നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ട്. ഫിസിക്കൽ ഹെൽത്ത് ഒക്കെ ഇംപ്രൂവ്മെന്റ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് പറയുന്നുണ്ട്. അപ്പൊ അത്തരത്തില് നല്ലൊരു ഗ്രോത്ത് പ്രൊജക്ഷൻ ആണ് നമ്മളുടെ എക്കണോമിക് സർവേ നമുക്ക് നൽകുന്നത്. ഞാൻ എക്കണോമിക് സർവേ മാത്രം ബന്ധപ്പെട്ട് പറയുന്ന സമയത്ത് എക്കണോമിക് സർവേയിൽ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഡാറ്റാസും കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഷോർട്ട് ആക്കിയിട്ട് അതിന്റെ സമ്മറി എന്നുള്ള രീതിയിൽ നമ്മൾ എക്കണോമിക് സർവേ മാത്രം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, എക്കണോമിക് സർവേ ബന്ധപ്പെട്ട് ഇന്ന് വന്ന ന്യൂസുകളൊക്കെ നിങ്ങളൊന്ന് വായിക്കണം. ഏതൊക്കെ ന്യൂസുകളാണ് വായിക്കേണ്ടതെന്ന് ഞാൻ ഓരോ സമയത്ത് പറയാം. ഒന്ന് ഈ ന്യൂസ് നിർബന്ധമായിട്ടൊന്ന് വായിക്കാം. പിന്നെ മറ്റൊരു ന്യൂസ് ഉണ്ടായിരുന്നത്, ഏകദേശം ഇലക്ഷൻ കമ്മീഷൻ ചെയ്യുന്നുണ്ട് മീറ്റിംഗ് കൂടുതൽ ആളുകളെ അലോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് അത് പൊളിറ്റിക്കൽ ന്യൂസ് ആണെങ്കിൽ കൂടിയും ഇലക്ഷൻ കമ്മീഷന്റെ ഡ്യൂട്ടീസിൽ വരുന്നതാണ്, ഇലക്ഷന്റെ ഫംഗ്ഷനിൽ വരുന്ന കാര്യമാണ് ഇത്തരം ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്നുള്ള പൊളിറ്റിയിൽ GS2 നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് വായിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഡ്യൂട്ടി, ഫംഗ്ഷൻസ്, അതുപോലെ തന്നെ അതിന്റെ ചലഞ്ചസ്, ഓക്കെ, അത്തരം കാര്യങ്ങളൊക്കെ നോക്കുക. അതായിരുന്നു ഫസ്റ്റ് ന്യൂസ്. ഫസ്റ്റ് ഇതുണ്ടായിരുന്നു നിങ്ങൾ പ്രധാനമായിട്ട് വായിക്കേണ്ട ഫസ്റ്റ് പേജിലെ ന്യൂസ്. പിന്നെ ഈ ഒരു ഓൾറെഡി വീണ്ടും ഒരു അജിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നൊക്കെ ഫാം യൂണിയൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഫാമേഴ്സ് പ്രൊട്ടസ്റ്റ് നമ്മൾ ഡൽഹിയിൽ ഉണ്ടായ സമയത്ത് പല പ്രാവശ്യം ഡിസ്കസ് ചെയ്ത സാധനം തന്നെയാണ്. അപ്പൊ ഇവർ വീണ്ടും പ്രൊട്ടസ്റ്റ് തുടങ്ങുകയാണ്, നമുക്ക് എന്ത് ചെയ്യാം, അത്തരം കാര്യങ്ങളിലേക്ക് വീണ്ടും പോവാം. പിന്നെ റീജിയൽ ന്യൂസ് നിങ്ങൾ പ്രധാനപ്പെട്ട റീജിയൽ ന്യൂസുകളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ജസ്റ്റ് ഹെഡിങ്ങിലൂടെ എന്ത് ചെയ്യാം, റീജിയൽ ന്യൂസ് കടന്നു പോവാ. ഓക്കെ, പിന്നെ എഡിറ്റോറിയലിലേക്ക് വരികയാണെങ്കിൽ ഈ ന്യൂസ് ഒന്ന് വായിക്കുക. ജസ്റ്റ് എഡിറ്റോറിയൽ എയർ ഇന്ത്യന്റെ വീണ്ടും എന്ത് ചെയ്യുന്നു, ടാറ്റ ഏറ്റെടുക്കുമ്പോൾ ഉണ്ടാവുന്ന അതിന്റെ സാധ്യതകളും അങ്ങനത്തെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു ആർട്ടിക്കിളാണ്. ഇത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല, ഈ ഫസ്റ്റ് ഇത് എന്തായാലും വായിക്കാം. ഓക്കെ, പിന്നെ ഈ കോളംസ് ഒക്കെ വായിക്കണം നിർബന്ധമുള്ളതല്ല. ഓക്കെ, ഫസ്റ്റ് 2 കോളം ഇത് നിർബന്ധമായിട്ട് വായിക്കാം. ഓക്കെ, നമ്മുടെ എംപ്ലോയ്മെന്റ്, ഇന്ത്യന്റെ എംപ്ലോയ്മെന്റ് പിക്ചർ ആണ്, ടോട്ടൽ പിക്ചർ ആണ് കാണിക്കുന്നത്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് വായിക്കുക, അത് മനസ്സിലാക്കി വെക്കുക. അതിൽ എന്തെങ്കിലും മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടാകുന്ന ഡാറ്റാസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, അതാണ് നിങ്ങൾ അതിൽ ഇന്ന് വായിക്കേണ്ട കാര്യം. പിന്നെ ഓൾറെഡി സ്വാഭാവികമായിട്ടും ഒരു സർവേ വരുമ്പം ഒപ്പോസിഷൻ പാർട്ടി അത് എന്ത് ചെയ്യും, അവർ ക്രിറ്റിസൈസ് ചെയ്യും. അപ്പൊ പോവർട്ടിനെ ഇഗ്നോർ ചെയ്യുന്ന രീതിയിലൊക്കെ ക്രിറ്റിസിസം വന്നിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് നിങ്ങൾ ക്രിറ്റിസൈസ് വായിച്ചാൽ മതി. ഈ പോവർട്ടിയെ ബന്ധപ്പെട്ട കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇന്ത്യന്റെ പോവർട്ടി ലെവൽ ഇപ്പൊ എത്രയാണ്, എത്ര പെർസെന്റേജ് പോവർട്ടി ഉള്ള ഡാറ്റ ഒന്ന് മനസ്സിലാക്കി വെക്കുക, നല്ലതായിരിക്കും. ഓക്കെ, പിന്നെ പെഗാസസിന്റെ ഇഷ്യൂ ഒക്കെ ഉണ്ടാവും, നമ്മൾ ഡിസ്കഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞതിൽ കൂടി അതിന്റെ ഡിസ്കഷൻ അങ്ങനെ നടന്നിട്ടില്ല. പിന്നെ മറ്റു ന്യൂസിന് സുപ്രീം കോടതി കൊളീജിയം എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ചീഫ് ജസ്റ്റിസ് ആയിട്ട് പോസ്റ്റിലേക്ക് വിദ്യാർത്ഥികളെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അത്
നമ്മുടെ മദ്രാസ് ഹൈക്കോർട്ടിലോട്ടാണ്. അപ്പൊ നമ്മൾ ഈ സമയത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് GS2 വരുന്ന ഒരു ടോപ്പിക്കാണിത്. പൊളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന സുപ്രീം കോടതി എന്നുള്ള ഒരു ഏരിയ. ഓക്കെ, GS2 വരുന്ന ടോപ്പിക്കാണ്. എങ്ങനെയാണ് അപ്പോയിന്റ്മെന്റ്, ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് എങ്ങനെ നടക്കും എന്നുള്ളതാണ്. ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കൊളീജിയം സിസ്റ്റം ആണ് ഇപ്പോഴും ഫോളോ ചെയ്തത്. ഓക്കെ, ഈ സമയത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ പറ്റിയ കാരണം നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ 2019 നമ്മൾ ഉണ്ടാക്കിയിരുന്നു. അത് 2016 ഉണ്ടാക്കിയിരുന്നു. അത് സുപ്രീം കോടതി ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷന് എതിരാന്ന് വയലേറ്റ് ചെയ്യുന്നുണ്ട് പറഞ്ഞില്ലെങ്കിൽ സുപ്രീം കോടതി ഇൻഡിപെൻഡൻസിനെ ബാധിക്കുന്നു പറഞ്ഞിട്ട് സുപ്രീം കോടതി അത് ഒഴിവാക്കിയിരുന്നു, ഇൻവാലിഡ് ആക്കിയിരുന്നു. അത് നിങ്ങൾ ജുഡീഷ്യൽ അപ്പോയിന്റ് ചെയ്യാനുള്ള ഒരു മറ്റൊരു മെത്തേഡ് കൊണ്ടുവന്നതായിരുന്നു. പക്ഷെ ഇപ്പം നടക്കുന്ന മെത്തേഡ് സുപ്രീം കോടതി കൊളീജിയാണ് അപ്പോയിന്റ് ചെയ്യുക. കൊളീജി എന്ന് പറയുമ്പോൾ സീനിയർ മോസ്റ്റ് സുപ്രീം ചീഫ് ജസ്റ്റിസും CJയും അതുപോലെ തന്നെ സീനിയർ മോസ്റ്റ് 4 ജഡ്ജും കൂടിയിട്ടുള്ളതാണ്. അവരാണ് എന്ത് ചെയ്യുന്നത്, അവരാണ് അടുത്ത ആൾ ആരായിട്ട് വേണം എന്നുള്ളതൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നത്. പക്ഷെ അതിനുള്ളിൽ പറഞ്ഞ ഇഷ്യൂസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് ട്രാൻസ്പെറന്റ് അല്ല, അക്കൗണ്ടബിലിറ്റി ഒന്നും ഇല്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പക്ഷെ അതേ സമയത്ത് ഇപ്പൊ NJSC വന്നു കഴിഞ്ഞാൽ പറയുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, എക്സിക്യൂട്ടീവിന്റെ കൈകടത്തിൽ വരുമ്പോൾ അതെന്താണ് നമ്മുടെ സെപ്പറേഷൻ ഓഫ് പവറിനെ ബാധിക്കുന്ന ഒരു കേസാണ്. അപ്പം ആ രീതിയിൽ ജസ്റ്റ് സുപ്രീം കോടതി കൊളീജിയൻ സിസ്റ്റം എങ്ങനെ അപ്പോയിന്റ് ചെയ്യുന്നത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇപ്പൊ സുപ്രീം കോടതിയിൽ 34 ജഡ്ജാണ് ഇപ്പോൾ ഉള്ളത്, ഇൻക്ലൂഡിംഗ് ചീഫ് ജസ്റ്റിസ്. അപ്പൊ അതാണ് അതിൽ നിങ്ങൾ വായിക്കേണ്ട ഒരു ന്യൂസ്. പിന്നെ മറ്റേതാണ് നമ്മളുടെ എന്ത് ചെയ്യുന്നുണ്ട്, UN സെക്യൂരിറ്റി കൗൺസിലിനെ കുറിച്ചുള്ള ഡിസ്കഷൻ ഇന്ത്യ റഷ്യ നടന്നിട്ടുണ്ട്. അപ്പൊ ഈ സമയത്ത് ഇന്ത്യ റഷ്യ റിലേഷൻ ഞാൻ പല പ്രാവശ്യം ഡിസ്കസ് ചെയ്തിരുന്നു. റഷ്യന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ഇന്ത്യയിൽ വന്ന സമയത്ത് അത് ജസ്റ്റ് നിങ്ങൾ നോക്കുക. ഇന്ത്യ റഷ്യ റിലേഷൻ ഡിഫൻസ് മേഖലയിൽ മറ്റുള്ള നമ്മൾ ഹിസ്റ്റോറിക്കലി നമ്മൾ ഭയങ്കര ഫ്രണ്ട്സ് ആണ്. അപ്പൊ ആ റിലേഷൻ ഒന്ന് മനസ്സിലാക്കി വെക്കുക. IR GS2 നമുക്ക് ഇമ്പോർട്ടന്റ് ആയിരുന്ന ടോപ്പിക്കാണ്. അതുകൂടാതെ UN സെക്യൂരിറ്റി കൗൺസിലിലേക്ക് നമ്മൾ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന പെർമനന്റ് മെമ്പർഷിപ്പിന് വേണ്ടി ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട്, പലപ്പോഴും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ പെർമനന്റ് മെമ്പർ അല്ല, പെർമനന്റ് മെമ്പറിൽ വരുന്ന ഒരു മെമ്പറാണ് റഷ്യ. റഷ്യ അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, അപ്കമിങ് പ്രസിഡൻസി വരാൻ പോകുന്ന റഷ്യയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ആംഗിളിലും ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് UN സെക്യൂരിറ്റി കൗൺസിലുള്ള പെർമനന്റ് മെമ്പേഴ്സ്, നോൺ പെർമനന്റ് മെമ്പേഴ്സ് 5 മെമ്പേഴ്സ് ആണ്. റഷ്യ, ചൈന, US, ബ്രിട്ടൻ, ഫ്രാൻസ് എന്നുള്ള രീതിയിലാണ്. അതേസമയത്ത് നോൺ പെർമനന്റ് മെമ്പേഴ്സ് ആയിട്ട് 10 പേരാണ് ഉണ്ടാവാറ്. ഓക്കെ, അപ്പൊ അത് ഇന്ത്യ പെർമനന്റ് മെമ്പേഴ്സിന് വേണ്ടി പലപ്പോഴും ഇന്ത്യ നോക്കുന്നതിന് വേണ്ടി നമ്മൾ P4 എന്നുള്ള ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്, ജസ്റ്റ് നോക്കാം കേട്ടോ, അല്ലെങ്കിൽ G4 എന്ന് പറയും. അതാണ് ആ ന്യൂസ് അറിഞ്ഞിരിക്കേണ്ടത്, നിങ്ങൾ വായിക്കേണ്ട ന്യൂസ്. പിന്നെ ഇതൊക്കെ ജസ്റ്റ് പൊളിറ്റിക്കൽ ന്യൂസുകളാണ്, അതൊക്കെ നിങ്ങൾ വായിച്ച് ഒഴിവാക്കാം. പിന്നെ എക്കണോമിക് സർവേ ബന്ധപ്പെട്ട ന്യൂസാണ് ഈ പേജ് പ്രത്യേകം പറയുന്നത്. ഞാനത് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല. ഈ ന്യൂസുകൾ വായിക്കുക. ഈ ന്യൂസ് എന്ത് ചെയ്യുന്നുണ്ട്, MGNREGന്റെ ഡിമാൻഡ് കൂടുന്നുണ്ട്. അപ്പൊ അത് എക്കണോമിക് സർവേ അതിന്റെ സമ്മറി എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രത്യേകം ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. അത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ്. എന്തായാലും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്, മെയിൻസിനായാലും പ്രിലിംസിനായാലൊക്കെ. അതുകൊണ്ട് അത് നോക്കുന്നതുകൊണ്ട് ഞാനത് പ്രത്യേകം വായിക്കുന്നില്ല. പക്ഷെ നിങ്ങളിതൊന്ന് വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഈ ഒരു ഓരോ കാര്യങ്ങളെ കുറിച്ച് എക്കണോമിക് സർവേ എന്തൊക്കെ പറയുന്നു, അതിന്റെ ക്രിറ്റിക്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് വായിക്കാം. ഓക്കെ, അതുപോലെ തന്നെ നമ്മളൊരു സർവേ പറയുന്നത് ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട്, ഫോറസ്റ്റ് ഏരിയ നോക്കുകയാണെങ്കിൽ ഇന്ത്യ 3rd ആണ് ഗ്ലോബലി നോക്കുകയാണെങ്കിൽ. ഏകദേശം ഫോറസ്റ്റ് കവർ ഇൻക്രീസിന്റെ കാര്യത്തിൽ, ഫോറസ്റ്റ് ഗെയിന്റെ കാര്യത്തിൽ, ടോട്ടൽ ഫോറസ്റ്റ് കവർ അല്ല, ഗെയിൻ ഉണ്ടാക്കിയതിൽ 3rd റാങ്ക് വരുന്നുണ്ട്. അപ്പൊ ഏകദേശം 24% നമുക്ക് ഫോറസ്റ്റ് ഏരിയ എന്ത് ചെയ്തിട്ടുണ്ട്, കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഫോറസ്റ്റ് റിപ്പോർട്ട് വരും. ആ റിപ്പോർട്ട് വരുന്ന സമയത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. അപ്പൊ അതിൽ ജസ്റ്റ് സർവേയിൽ പറഞ്ഞ് ഇങ്ങനെ മെൻഷൻ വന്നതുകൊണ്ട് തന്നെ നിങ്ങൾ അതൊന്ന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് വായിക്കുക. എൻവയോൺമെന്റിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. GS3 ഇന്ത്യ നോക്കുകയാണ്, ആനുവൽ ഗെയിൻ ഉണ്ടായ കാര്യത്തിൽ നോക്കുകയാണ്, ഇന്ത്യ 3rd പൊസിഷൻ ആണെന്നുള്ളതാണ് സർവേ പറയുന്നത്. ഫോറസ്റ്റ് കവറേജ് 24% എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യ ജോഗ്രഫിക് ഏരിയ ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. ടോട്ടൽ ജോഗ്രഫിക് ഏരിയ നോക്കുകയാണെങ്കിൽ 2%. ഓക്കെ, വേൾഡിലെ ഇന്ത്യ ജോഗ്രഫിക് ഏരിയ എന്ന് പറഞ്ഞാൽ 2% ഓഫ് ദി വേൾഡ് ടോട്ടൽ ഫോറസ്റ്റ് ഇന്ത്യയിലാണുള്ളത്. ഓക്കെ, പിന്നെ ഏറ്റവും ടോപ്പിൽ വരുന്ന 10 കൺട്രീസ് എന്ന് പറയുന്നത് എന്താണ്, 66% ഏരിയ ഉള്ളത് ബ്രസീലില്. ഓക്കെ, ഏകദേശം ടോപ്പ് 10 കൺട്രീസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, 66%, അഥവാ ടോട്ടൽ വേൾഡ് ഫോറസ്റ്റ് ഏരിയ ഈ 10 രാജ്യങ്ങളിലാണ്. അതിൽ 59% ബ്രസീലിലാണ്. ഓക്കെ, ബ്രസീലിലെ 59% എന്ത് ചെയ്യുന്നുണ്ട്, ബ്രസീൽ വരുന്നുണ്ട്. പിന്നെ പെറുവിൽ 57%, കോങ്കോ 56%, റഷ്യ 50%. ജസ്റ്റ് ഒന്ന് ഈ ഒരു 5 പേരെങ്കിലും ഓർഡറിൽ മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഫോറസ്റ്റ് കവർ ആ രാജ്യത്ത് എത്ര കൂടുതലുണ്ടെന്നുള്ളത്. അതുപോലെ തന്നെ ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യ ഫോറസ്റ്റ് കവർ ഉണ്ടായിട്ടുണ്ട്. വെരി ഡെൻസ് ഫോറസ്റ്റ് ആണ് ഏറ്റവും കൂടുതൽ ഇൻക്രീസ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ 20% ഒക്കെ ഇൻക്രീസ് ഉണ്ടായിട്ടുള്ളതാണ്. പിന്നെ ഓപ്പൺ ഫോറസ്റ്റ് കവർ 7% ഇൻക്രീസ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ സമയത്ത് നിങ്ങൾ നോക്കണം മറ്റൊരു റിപ്പോർട്ട്, ഇന്ത്യ സ്റ്റേറ്റ് ഓഫ് ഫോറസ്റ്റ് റിപ്പോർട്ട് നോക്കണം. ഒരു ബൈനൽ റിപ്പോർട്ടാണ്, പുതിയ റിപ്പോർട്ട് വരാനുണ്ട്. വരുന്നത് വരെ നിങ്ങൾ ഓൾഡ് റിപ്പോർട്ട് നോക്കുക. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫോറസ്റ്റ് കവർ ഉള്ളത് എവിടെയാണ്, ഏറ്റവും കൂടുതൽ ഫോറസ്റ്റ് കവർ കൂടിയത് എവിടെയാണ്,
ഏറ്റവും കുറഞ്ഞത് എവിടെയാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക, ഇമ്പോർട്ടന്റ് ആണ് എംവിയോമെന്റിൽ. അതാണ് ആ ന്യൂസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. നമുക്ക് എക്കണോമിക് സർവേ വരുന്ന സമയത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി പറയാം അത്. പിന്നെ വേൾഡ് ന്യൂസ് വരികയാണെങ്കിൽ ജസ്റ്റ് ഒക്കെ നിങ്ങൾ വായിച്ചാൽ മതി. ഓക്കെ, നമുക്ക് പിന്നെ എക്കണോമിക് ന്യൂസിലേക്ക് വരികയാണെങ്കിൽ GST കളക്ഷൻ ചെയ്തിട്ടുണ്ട് ഭയങ്കരമായിട്ട്. സെക്കൻഡ് ഹൈയസ്റ്റ് ആണ് കളക്ഷൻ, 1.38 lakh crore കളക്ഷൻ ആയിട്ടുണ്ട്. അപ്പൊ GST ജസ്റ്റ് ഒന്ന് വായിക്കുക. പലപ്പോഴും UPSC ചോദിച്ചതാണ്, GST നെ കുറിച്ച് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ ഇത്രത്തോളം കളക്ഷൻ കൂടി കുറഞ്ഞുള്ള ഇമ്പോർട്ടന്റ് അല്ല. പിന്നെ മറ്റൊരു ന്യൂസ് കോർ സെക്ടർ ആണ്. കോർ സെക്ടർ അത്യാവശ്യം 3.8% ആണ് ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അത് നിങ്ങൾ ഏതാണ് എയ്റ്റ് കോർ സെക്ടേഴ്സ് എന്ന് അറിഞ്ഞിരിക്കുക. ഇന്ത്യന്റെ ഏറ്റവും 40% വരുന്നതും 8 കോർ സെക്ടേഴ്സ് എന്നാണ്. അതുകൊണ്ടാണ് അത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ആ 8 കോർ സെക്ടേഴ്സ് ഏതൊക്കെയാന്നുള്ളത് ഓർഡർ പ്രകാരം തന്നെ, വെയിറ്റേജ് പ്രകാരമുള്ള ഓർഡർ പ്രകാരം തന്നെ പഠിച്ചു വെക്കണം കേട്ടോ, മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഏതൊക്കെയാണ് ഫസ്റ്റ് ഓർഡർ വരുന്നത് 8 എണ്ണം ഏതൊക്കെയാന്നുള്ളത് നിർബന്ധമായിട്ട് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, പെട്രോളിയം പ്രൊഡക്റ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ പിന്നീട് ഇലക്ട്രിസിറ്റി വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, സിമെന്റ്, സ്റ്റീല്, അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ കാര്യങ്ങളും അതിൽ, ഫെർട്ടിലൈസർ കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത്. അപ്പൊ ജസ്റ്റ് നിങ്ങൾ ഓർഡർ പ്രകാരം തന്നെ വായിക്കാൻ വേണ്ടി, പഠിച്ചിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ്. അതാണ് അതിൽ അറിഞ്ഞിരിക്കേണ്ടത്. അല്ല, ഡാറ്റ അത്ര ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ. പിന്നെ ഫാർമ സെക്ടറിൽ FDA എന്ത് ചെയ്തിട്ടുണ്ട്, ഏകദേശം 53% ജമ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ FDAന്റെ ഇന്ത്യയുടെ കണക്ഷൻ ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇന്ത്യയിലെ FDA എന്താണ്, അതുപോലെ തന്നെ FIA എന്താണെന്നുള്ള ഈ സമയത്ത് മനസ്സിലാക്കി വെക്കാം. അല്ലെങ്കിൽ FPI എന്ന് പറയും, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ്. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, ഡയറക്റ്റ് ആയിട്ട് മാനേജ്മെന്റ് ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, അതാണ് നമുക്ക് ഒന്നുകൂടി ഇന്ത്യക്ക് നല്ലതായിട്ടുള്ള FDI ആണ്. മാനേജ്മെന്റ് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് എന്ത് ചെയ്യാം, ഇത് FII അല്ലെങ്കിൽ FPI എന്ന് പറയുമ്പോൾ ഫോറിൻ പോർട്ട്ഫോളിയോ ആണ്, സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ അത് ഭയങ്കര വോളറ്റൈൽ ആയിരിക്കും. പെട്ടെന്ന് ഇന്ത്യയിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവണം, ഉടനെ അവർ വിഡ്രോ ചെയ്ത് പോകും. അത് സമയത്ത് FDI ഉദാഹരണം ഒരു കമ്പനിയോടെ തുടങ്ങാണ് അവർ വന്നിട്ട്, അപ്പൊ സ്വയമായിട്ട് പെട്ടെന്ന് ഒരു ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഇൻവെസ്റ്റ്മെന്റ് വിഡ്രോ ചെയ്ത് പോകാൻ പറ്റാത്തൊരു സംഗതിയാണ്. അതാണ് ഇന്ത്യക്ക് നല്ലത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിക്കുക. ഫാർമയിൽ എത്രത്തോളം ഇൻക്രീസ് ഉണ്ടായിട്ടുള്ളത് എന്ത് ചെയ്ത് നോക്കുക. ജസ്റ്റ് ഇന്ത്യൻ FDI പോളിസി ഒന്ന് മനസ്സിലാക്കി വെക്കാൻ ശ്രമിക്കുക. പിന്നെ എത്തനോൾ ബ്ലെൻഡിംഗ് എന്ന് പറയുന്നത് ബ്ലെൻഡിംഗ് ഏകദേശം ഓഫ് ദി 8.1% നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ടാർഗറ്റ് ചെയ്ത് 10% ആയിരുന്നു. ഓക്കെ, ഏകദേശം 3.2 crore എന്ത് ചെയ്തിട്ടുണ്ട്, 302 crore ലിറ്റേഴ്സ് ആണ് നമ്മൾ ഏകദേശം റീച്ച് ചെയ്തത്. സെന്റർ ഓൾറെഡി ടാർഗറ്റ് 20% എത്തനോളാണ് ടോട്ടലി നമ്മൾ 2025 ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് ഇപ്പോഴത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് 10%ലേക്ക് അതിന്റെ 8.1% എത്തുന്നതാണ്. അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് എത്തനോൾ ബ്ലെൻഡിങ്ങിന്റെ അഡ്വാൻറ്റേജ്, പൊല്യൂഷൻ കുറയുന്നു, അങ്ങനത്തെ കുറെ ഗ്രീൻ എനർജി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിനുണ്ട്. അത് കൂടാതെ ടോട്ടലി മറ്റുള്ള എനർജി കമ്പയർ ചെയ്ത് നോക്കും. അതുപോലെ നമുക്ക് ഇമ്പോർട്ട് എന്ത് ചെയ്യാൻ പറ്റും, പെട്രോൾ ഇമ്പോർട്ട് കുറയ്ക്കാന്നൊക്കെ ഉദ്ദേശമായിട്ട് വരുന്നത്. അപ്പം ഈ ഒരു സമയത്ത് എത്തനോൾ ബ്ലെൻഡിങ്ങിന്റെ അഡ്വാൻറ്റേജ്, അത് നേരിടുന്ന ചലഞ്ചസ്, ടെക്നോളജി ചലഞ്ചസും ഫണ്ടിങ് ചലഞ്ചസും നേരിടുന്നുണ്ട്. ആ ചലഞ്ചസും വേ ഫോർവേഡ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ചെറിയ നോട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുക, നല്ലതാണ് എൻവയോൺമെന്റിൽ. ഓക്കെ, അതാണ് ഇന്നത്തെ ന്യൂസ് പ്രധാനമായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. എക്കണോമിക് സർവേനെ ന്യൂസ് ഞാൻ മനഃപൂർവ്വം വിട്ടിട്ടുണ്ട് ചില കാര്യങ്ങളൊക്കെ. അത് നമ്മളുടെ എക്കണോമിക് സർവേ ഞാൻ സമ്മറി പറയുന്ന സമയത്ത് നമുക്ക് എന്ത് ഡീറ്റെയിൽ ആയിട്ട് അവിടെ നോക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും ന്യൂസിൽ പറഞ്ഞ ന്യൂസിലൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഒന്ന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. മറ്റൊരു ന്യൂസുമായിട്ട് നമുക്ക് ഉടൻ കാണാം.